നായരമ്പലം മത്സ്യത്തൊഴിലാളി വികസനക്ഷേമ സഹകരണ സംഘത്തിന്റെ ഉടമസ്ഥതയിൽ ആരംഭിക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണ വിപണന യൂണിറ്റ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നീതു ബിനോദ് ഉദ്ഘാടനം ചെയ്തു. നല്ല രീതിയിൽ തന്നെ ഒരു പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഒരു സഹകരണ സംഘമാണ് നായരമ്പലം മത്സ്യത്തൊഴിലാളി സഹകരണ സംഘത്തിനായിട്ടുള്ളത്. കാരണം ഓണത്തിനാണെങ്കിലും മറ്റു പല രീതിയിലും നല്ല രീതിയിൽ മത്സ്യത്തൊഴിലാളികളെ സഹായിക്കുന്ന ഒരു സംരംഭമാണ് ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന്റെ മത്സ്യബന്ധന യോജന ഫിഷ് ഫാമേഴ്സിന്റെ സഹായത്തോടുകൂടി ആരംഭിക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നായരമ്പലം പഞ്ചായത്ത് ഒരു മത്സ്യഗ്രാമമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ഒരു പഞ്ചായത്താണ്. അപ്പോൾ നമ്മുടെ ഇവിടെ ഏറ്റവും കൂടുതൽ മത്സ്യവിഭവങ്ങളാണ് നമ്മളിവിടെ സംരംഭം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു വിഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ അച്ചാറുകളാണ് ഇവിടെ സംരംഭമായി തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ എല്ലാ മത്സ്യത്തൊഴിലാളികളുടെ കുടുംബങ്ങൾക്ക് സഹായകരമാവുന്ന രീതിയിൽ ചെറുകിട ഉൽപ്പന്നങ്ങൾക്ക് അവരുടെ കുടുംബത്തിന് കൂടുതൽ വരുമാനം നൽകുന്ന രീതിയിലുള്ള ഉൽപ്പന്നങ്ങൾ നമുക്ക് ലഭിക്കുമ്പോൾ പല രീതിയിൽ അവരുടെ കുടുംബങ്ങൾക്ക് പ്രയോജനമാവുന്ന രീതിയിൽ സഹായമാവുന്ന രീതിയിലുള്ള നല്ല നല്ല കാര്യങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇന്നിവിടെ പറഞ്ഞു, നായരമ്പലം പഞ്ചായത്തിലാണ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു മൂല്യവർദ്ധിത ഈ എറണാകുളം ജില്ലയിൽ ആദ്യമായിട്ട് മൂല്യവർദ്ധിത ഉൽപ്പന്നം ആരംഭിക്കാൻ തുടങ്ങിയത്. സംഘം പ്രസിഡന്റ് AG ഫൽഗുനൻ അധ്യക്ഷത വഹിച്ചു. മത്സ്യബന്ധന സഹായത്തോടെ നടപ്പിലാക്കിയ പദ്ധതികൾ മത്സ്യബന്ധന ഉപകരണങ്ങൾ മത്സ്യബന്ധന വഴി വായ്പ ലഭിക്കുന്ന ഒരു സംവിധാനമുണ്ടായി നമ്മളത് വിതരണം ചെയ്യുന്ന ഒരു ജോലിയാണ് സഹകരണ സംഘങ്ങൾക്കുണ്ടായിരുന്നത്. എന്നാൽ പടിപടിയായി അതിൽ വ്യത്യസ്തമായി ഓരോ വർഷവും മത്സ്യബന്ധന പ്രവർത്തനം മറ്റു മേഖലകളിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സംഘം ഇതേവരെ ആ മേഖലയിലേക്ക് മറ്റു മേഖലയിൽ കടന്നു ചെല്ലാൻ നമുക്ക് സാധിച്ചിട്ടില്ല എന്ന് പറയുന്ന കാരണം സാമ്പത്തിക വിഷയം തന്നെയാണ്. ഒരു തീരദേശ മേഖലയാണ്, മത്സ്യത്തൊഴിലാളികളെ മാത്രം ആശ്രയിച്ച് കഴിയുന്ന ഒരു സ്ഥാപനമാണ്. മത്സ്യബന്ധന വായ്പകൾ മത്സ്യത്തൊഴിലാളികളെ എത്തിച്ച് അതവർ തിരിച്ചടക്കുമ്പോൾ മത്സ്യബന്ധന കമ്മീഷൻ കൊണ്ടാണ് നമ്മളിത് മുന്നോട്ട് കൊണ്ടുവരുന്നത്. എന്നാൽ അത് വ്യത്യസ്തമായി 1999 ഗവൺമെന്റ് നിർദ്ദേശപ്രകാരം അന്നത്തെ മത്സ്യബന്ധന ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ ഉദ്യോഗസ്ഥന്മാരും അതോടൊപ്പം തന്നെ സംഘം ഭാരവാഹികളെല്ലാം വിളിച്ചുകൂട്ടി, അതായത് മത്സ്യബന്ധനത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ പ്രധാനപ്പെട്ട മത്സ്യവിപണനം സംഘത്തിലൂടെ നടത്തണം എന്ന തീരുമാനമെടുത്തു. മത്സ്യഫെഡ് ഡയറക്ടർ ബോർഡ് അംഗം രഘുവരൻ ആദ്യ വിൽപ്പന നിർവഹിച്ചു. മത്സ്യഫെഡ് എറണാകുളം ജില്ലാ മാനേജർ ഡോക്ടർ വി പ്രശാന്തൻ മുഖ്യപ്രഭാഷണം നടത്തി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോബി വർഗീസ്, മത്സ്യഫെഡ് മാനേജർ TD സുധ, മത്സ്യഫെഡ് പ്രോജക്ട് ഓഫീസർ M ആർദ്ര, മത്സ്യഫെഡ് മോട്ടിവേറ്റർ നിഷ ശക്തിധരൻ, ബോർഡ് അംഗം ഷീബ ഷാജി, സംഘം സെക്രട്ടറി MA ഗായത്രി എന്നിവർ പ്രസംഗിച്ചു.